പരിശുദ്ധമായ മുഹറം, ആ മുഹറം മാസത്തിന്റെ രണ്ടാമത്തെ ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്ന് നോമ്പുകാരായി ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാകും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇന്നത്തെ നോമ്പിന്റെ നീയത്ത് വെക്കാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടും. ഏതാണ് ആ കാര്യം? ഇൻഷാ അല്ലാഹ് വീഡിയോയിലുണ്ട്, അത് കേൾക്കണേ. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും നഷ്ടപ്പെടുത്തുന്ന ചില അതിപ്രധാനപ്പെട്ട സുന്നത്തുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്ന് പഠിക്കാം. അതോടൊപ്പം വിശുദ്ധമായ മുഹറം 1 മുതൽ 10 വരെ നമ്മൾ സ്ഥിരമായി പറയേണ്ട ഒരു ദിക്റുണ്ട്. ഏതാണ് ആ ദിക്ർ? ഒന്ന് കേട്ടു നോക്ക്. ആ ദിക്ർ എപ്പോൾ പറയണം, അതിൻ്റെ അർത്ഥം എന്താണ്, വിശദമായി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ദിക്ർ വിശദമായി ഏതാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ, കരുണാവാരിധിയായ റബ്ബ് തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾ കാണുന്നവർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ സദാസമയം കാവലും അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. എന്നാണെങ്കിലും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹ്. ഇന്ന് നോമ്പെടുത്ത ഒരുപാട് ഉമ്മമാരുണ്ട്. മുഹറം 1 മുതൽ 10 വരെ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിൽ പ്രധാനപ്പെട്ട അമൽ എന്ന് പറഞ്ഞാൽ മുഹറം 1 മുതൽ 10 വരെയുള്ള സുന്നത്തായ നോമ്പാണ്. ഇന്ന് നോമ്പ് പിടിച്ചവരുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ളുഹറിന് മുമ്പ് കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിയ്യത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിയ്യത്ത് വെക്കാം. പക്ഷേ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം, രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിൽ പിന്നെ നമുക്ക് ആ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാൻ പറ്റില്ല. ഇനി ഭക്ഷണമൊന്നും കഴിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോമ്പാണ് പക്ഷേ നിയ്യത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിയ്യത്ത് വെക്കാം. എന്ത്? മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ഇനി നാളെ ബുധനാഴ്ച, പിന്നെ വ്യാഴം, അങ്ങനെ ഓരോ ദിവസവും നമുക്ക് പറ്റുന്നത് പോലെ നോമ്പ് പിടിക്കുക. ഇന്നിപ്പോൾ മുഹറം 2ാമത്തെ ദിവസമാണ്. നമുക്ക് 1 തൊട്ട് 30 വരെ കൃത്യമായി നോമ്പ് പിടിക്കാം. അതായത് ഇടവിട്ട് നോമ്പ് പിടിക്കാതെ തുടർച്ചയായിട്ട് പിടിക്കാം, ഇടവിട്ട് പിടിക്കാം. അല്ലെങ്കിൽ ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വരുന്നുണ്ടെങ്കിൽ ആ നോമ്പ് പിടിക്കാം. അതോടൊപ്പം തന്നെ മുഹറം 9, 10. മുഹറം 9, 10 എന്നാണ് ഉസ്താദെ? തിങ്കളാഴ്ച 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച മുഹറം 9 ആയിരിക്കും, അടുത്ത ബുധനാഴ്ച മുഹറം 10 ആയിരിക്കും. മുഹറം 9, 10 അടുത്ത ചൊവ്വ ബുധനാണ്. അപ്പോൾ ആ കാര്യമൊക്കെ മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഈ മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ചില ഇബാദത്തുകൾ കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൗബയിൽ ഒരു ആയത്ത്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം എന്ന് തുടങ്ങുന്ന ആയത്ത്. അതിൽ അല്ലാഹു തആല പറയുന്നു 12 മാസങ്ങളാണ് ഉള്ളത്. അതിൽ 4 മാസത്തെ അല്ലാഹു ആദരിച്ചു, ബഹുമാനിച്ചു. ഈ 4 മാസം, ഇതിൻ്റെ തഫ്സീറിൽ കാണാം, ഈ 4 മാസത്തെ അള്ളാഹു ആദരിച്ചു, ബഹുമാനിച്ചു. അതായത് മറ്റ് മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ, നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം ഈ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസത്തിൽ നമ്മൾ ഇബാദത്ത് ചെയ്താൽ കിട്ടും. പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ നമ്മൾ പിടിക്കുന്ന ഒരു നോമ്പിന് മറ്റ് മാസം പിടിക്കുന്ന നോമ്പിനേക്കാൾ 30 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് പോലും ചില മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. മാത്രമല്ല, മുഹറം മാസത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് മറ്റ് മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റിനേക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ശിക്ഷ കിട്ടാൻ കാരണമാകുമെന്നും നമുക്ക് തഫ്സീറിൽ കാണാം. അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പമാരോടും, ആദ്യം എൻ്റെ ശരീരത്തോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ, പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാവനമായ മുഹറം, ഹറാമാക്കപ്പെട്ടത് അല്ലെ, പവിത്രമായത് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം തന്നെ. അതായത് ഈ മുഹറം മാസത്തിൽ എത്രയെത്രയോ സംഭവങ്ങൾ നടന്നു. വിശുദ്ധമായ ഖുർആൻ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, വൽ ഫജ്ർ അല്ലെ, പ്രഭാതത്തെ തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാത്രികളെ തന്നെയാണ് സത്യമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഈ 10 രാത്രികൾ ഏതൊക്കെയാണ്? 3 അഭിപ്രായം. ഒന്ന്, റമളാനിലെ അവസാനത്തെ 10 രാത്രികളാണ്.
അല്ലെങ്കിൽ 10 ദിവസങ്ങളാണ്. മറ്റൊരു അഭിപ്രായം ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസമാണ്. മറ്റൊരു അഭിപ്രായം അത് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. മുഹറം മാസം അത് ദുശ്ശകുനത്തിൻ്റെ മാസമാണ്. മുഹറം മാസം ഒന്നിനും കൊള്ളാത്ത മാസമാണ്. കല്യാണം വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പെരതാമസം വെക്കാൻ പാടില്ല, വിവാഹ നിശ്ചയം പാടില്ല, പുതിയൊരു വാഹനം എടുക്കാൻ പാടില്ല, മുഹറം 1 മുതൽ 10 വരെ ഒരു നല്ല കാര്യം ചെയ്യല്ലേ, അതൊക്കെ വലിയ പ്രശ്നമാകും എന്നൊക്കെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും സത്യം അതിലുണ്ടോ ഉസ്താദെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഈ മുഹറം മാസം 1 മുതൽ 10 വരെ അതല്ലാത്ത മുഹറം മുഴുവനായും നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്ത് സ്വലാത്തുൽ ലൈൽ. അതായത് നോമ്പുകളിൽ റമളാനിൻ്റെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറം മാസത്തിലെ നോമ്പാണ്. അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് എന്ന് ഒരു ഹദീസിലുണ്ട്. അപ്പോൾ പരിശുദ്ധമായ റമളാനിന് ശേഷം ശ്രേഷ്ഠതയുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ്. ഈ ഹദീസ് പിടിച്ചിട്ട് നമ്മുടെ മുൻഗാമികളായ ഭൂരിഭാഗം ആളുകളും മുഹറം 1 മുതൽ അല്ലെങ്കിൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ നോമ്പ് പിടിച്ചിരുന്നു. പ്രത്യേകമായിട്ട് മുഹറം 1 മുതൽ 10 വരെ അവർ എന്തായാലും നോമ്പ് പിടിച്ചിരുന്നു. അപ്പോൾ നോമ്പുകാരായ അവർ കല്യാണം വെച്ചാൽ, അല്ലെങ്കിൽ പെരതാമസം വെച്ചാൽ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം വെച്ചാൽ അവർക്ക് വന്നു കൂടാനോ, അല്ലെങ്കിൽ അതിൽ ഭക്ഷണം കഴിക്കാനോ, അതിൽ ഓടിച്ചാടി നടന്ന് കാര്യങ്ങളൊന്ന് എല്ലാം ഒന്ന് നടത്താനോ അവർക്ക് ഒരു പക്ഷേ നോമ്പായതുകൊണ്ട് സാധിച്ചോളണമെന്നില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഈ മാസം ദുശ്ശകുനമായ മാസം കൊണ്ടല്ല, ദുശ്ശകുനത്തിൻ്റെ മാസമല്ല, ഇത് നല്ലൊരു മാസമാണ്, വളരെ പവിത്രമായ മാസമാണ്, ഇതിൽ യാതൊരു കുഴപ്പവുമില്ല, എന്ത് നല്ല കാര്യം വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ നമുക്ക് പരിശുദ്ധമായ ഹദീസുകളിലും മറ്റ് മഹത്തുക്കളായ ഇമാമുമാരും പറഞ്ഞു തരുന്നു. കാരണം നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ച ഒരു മാസമാണ് മുഹറം മാസം. ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തു. ആദം നബിക്ക്, ഇദ്രീസ് നബിക്ക്, നൂഹ് നബിക്ക്, മൂസാ നബിക്ക്, യഅ്കൂബ് നബിക്ക്, യൂസുഫ് നബിക്ക്, അതുപോലെ സുലൈമാൻ നബിക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒരുപാട് സന്തോഷങ്ങളും അള്ളാഹു താല അറിയിച്ചു കൊടുത്ത ഒരു മാസമാണ് ഈ മുഹറം മാസം. അതുകൊണ്ട് ഈ മുഹറം മാസത്തിന് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് എന്ത് നല്ല കാര്യം വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. മുഹറം ഒന്നിനും കൊള്ളാത്ത മാസമാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു നടക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കാരണം ഈ മാസത്തിൻ്റെ പേര് തന്നെ ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹു താല ഈ മാസത്തെ തന്നിലേക്ക് ചേർത്ത് പറയും. ഷഹ്റുല്ലാ, അള്ളാന്റെ മാസം എന്നാണ് പറഞ്ഞത്. അള്ളാന്റെ മാസം, അള്ളാഹു ആദരിച്ച മാസമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, മാസങ്ങളുടെ എണ്ണം 12 അതിൽ 4 മാസങ്ങൾ അള്ളാഹു ബഹുമാനിച്ചു. അതിലൊരു മാസമാണ് മുഹറം മാസം. അള്ളാഹു തആല ആദരിച്ചു, അറബികൾ ആദരിച്ചു, അല്ലെ, ലോകം മുഴുവനും ആദരിച്ചു, മലക്കുകൾ ആദരിച്ച മാസമാണ് ഈ മാസം. തൻ്റെ വാപ്പാനെ കൊന്ന ഘാതകൻ, കൊലയാളി മുന്നിലൂടെ പോയാലും മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരു സ്വഭാവം അറബികൾക്ക് ഈ മുഹറം മാസത്തിലുണ്ടായിരുന്നു. അതിപ്രധാനപ്പെട്ട മാസമാണ് മുഹറം മാസം. ഈ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായും 3 ചിന്തകളാണ്. ഒന്നാമത്തെ ചിന്ത, നമ്മുടെ ആയുസ് കുറയുന്നു എന്നാണ്. അല്ലാതെ ആയുസ് കൂട്ടിക്കിട്ടിയെന്നല്ല. മരണത്തിലേക്ക് നമ്മൾ 1 വർഷം കൂടി അടുക്കുന്നു, മരണത്തിലേക്ക് ഞാൻ അടുത്തു എന്ന ചിന്ത, മരണചിന്ത നമ്മളിൽ ഉണ്ടാവണം, അല്ലെ, മരണസ്മരണ ഉണ്ടാവണം. എന്നായാലും ഞാൻ മരിക്കും, അല്ലെ, അല്ലാഹുവേ എൻ്റെ മരണം നീ നന്നാക്കി തരണേ അല്ലാ. മാത്രമല്ല ഹിജ്റയുടെ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നു. ആ ഹിജ്റയെ അടിസ്ഥാനമാക്കിയാണ് ഒരു ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഏത് മാസമായിരിക്കണം ആദ്യം വരേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് വലിയ ചർച്ചയുണ്ടായി, വലിയ യോഗം കൂടി. പല സ്വഹാബിമാരും പല മാസം പറഞ്ഞു. നമുക്ക് റമളാൻ മാസം വർഷത്തിൻ്റെ തുടക്കമാക്കാം, അല്ലെങ്കിൽ നമുക്ക് ദുൽഹിജ്ജ മാസമാക്കാം, അല്ലെങ്കിൽ നമുക്ക് ശഅബാൻ മാസമാക്കാം എന്നൊക്കെ പല സ്വഹാബിമാരും പറഞ്ഞു. അവസാനം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നു, അല്ലെ, ഹിജ്റ
ഹിജ്റ പുറപ്പെട്ടത് ഒരു മുഹറം മാസത്തിലാണെന്ന് നമുക്ക് ചരിത്രത്തിലൊക്കെ അങ്ങനെ കാണാം. അതുപോലെ തന്നെ മുഹറം മാസം, ആ മുഹറം മാസം നമുക്ക് ഒരുപാട് ഓർമ്മകൾ. ഹിജ്റ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് നബിതങ്ങൾ പാലായനം ചെയ്തു വന്നു. ആ പാലായനത്തെ അനുസ്മരിച്ചുകൊണ്ട് മുഹറം മാസം ആദ്യം തന്നെ വരട്ടെ എന്ന് മഹാനവകൾ തീരുമാനിക്കുന്നു. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, റജബ്, ഷഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, 12 മാസം. ഈ 12 മാസങ്ങളിൽ ആദ്യത്തെ മാസം മുഹറം മാസമാണ്. അപ്പോൾ ഹിജ്റയെ നമ്മൾ ഓർക്കണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹിജ്റ കലണ്ടർ ഇന്ന് എല്ലാവരും മറന്നു പോകുന്നു. അറബി മാസം മറന്നു പോകുന്നു അല്ലേ? ഇപ്പോൾ നമ്മുടെ മകൻ്റെ കല്യാണം എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴായിരുന്നു, നമ്മുടെ കല്യാണം എപ്പോഴായിരുന്നു, അത് പറയും ജൂലൈ 7, അല്ലെങ്കിൽ ആഗസ്റ്റ് 27, അല്ലെങ്കിൽ ഒക്ടോബർ 3 എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അറബി ചോദിച്ചാൽ നമുക്കറിയോ, ഹിജ്റ വർഷം ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം നമുക്ക് അത്രേ പ്രാധാന്യമുള്ളൂ. ഹിജ്റ കലണ്ടർ ക്രൈസ്തവരാരും അത് നോക്കാറില്ല, ഹൈന്ദവർ നോക്കാറില്ല, അതുപോലെ ജൂതന്മാർ നോക്കാറില്ല. ആകെ നോക്കാനുള്ളത് മുസ്ലിമീങ്ങളാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ നമ്മളിൽ പല ആളുകളും അത് മൈൻഡ് പോലും ചെയ്യാറില്ല. അങ്ങനെയല്ല, ഹിജ്റ വർഷം നമ്മൾ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. അത് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രധാനമായും ആ ഒരു ഹിജ്റ വർഷത്തിൻ്റെ, ആ മാസത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെ ഡേറ്റ് നമ്മൾ കൃത്യമായി പറയുന്നത്. നമ്മുടെ വൈകുന്നേരത്തെ ദിക്റിൻ്റെ മജ്‌ലിസിൽ പ്രത്യേകം നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. ഇന്ന് ദുൽഹിജ്ജ 25 രാവ്, അല്ലെങ്കിൽ 24 രാവ്, 21 രാവെന്ന് കൃത്യമായി നമ്മൾ അത് മെൻഷൻ ചെയ്യാറുണ്ട്. കാരണം എന്താ? അത് വലിയ പ്രാധാന്യം മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഡേറ്റ് എഴുതുന്നത്. മാത്രമല്ല മൂന്നാമത്തെ ഒരു പാഠം മുഹറം മാസത്തിലെ അനുഷ്ഠാനങ്ങളാണ്. നോമ്പ് പിടിക്കുക, അതുപോലെ തന്നെ ഖുർആൻ ഓതുക, സ്വതക്ക കൊടുക്കുക, ഇസ്തിഗ്ഫാർ പറയുക, അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ ഷിയാക്കളും അതുപോലെ തന്നെ മറ്റുള്ള ചില ആളുകളൊക്കെ മുഹറം മാസത്തിൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന, ശരീരത്തിൽ മുറിവേൽപ്പിക്കുക, അതൊന്നും ഇസ്ലാമികപരമല്ല. അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച മാസം വിശുദ്ധമായ മുഹറം. അതുപോലെ അള്ളാഹു ആദരിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ റസൂലുള്ള, അള്ളാഹുവിൻ്റെ റസൂൽ, ഹബീബുള്ള, അള്ളാഹുവിൻ്റെ ഹബീബ്. മഹാനായ മൂസാ നബിയെ പറ്റി പറയുന്നത് കലീമുള്ള, അല്ലെ, കലീമുള്ള എന്നാണ്. ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നത് ഖലീലുള്ള എന്നാണ്. അപ്പോൾ അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞ എല്ലാത്തിനും വലിയ മഹത്വമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിശുദ്ധമായ മുഹറം മാസത്തിന് വലിയ മഹത്വമുണ്ട്. ഈ മുഹറം മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, നന്മ ചെയ്താൽ ഒരുപാട് ഇരട്ടി നന്മ. ഞാൻ ഓതിയ ആയത്തിൻ്റെ തഫ്സീറിൽ, അതായത് തഫ്സീർ ഇബ്നു കസീറിലൊക്കെ വിശദമായി പറയുന്നുണ്ട്. എന്ത്? ഈ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സുബ്ഹാനല്ലാഹ്ക്ക് അല്ലാഹു തആല മറ്റു മാസങ്ങളിൽ പറയുന്ന സുബ്ഹാനല്ലാഹയേക്കാൾ കൂടുതൽ പ്രതിഫലം തരും. അതോടൊപ്പം തന്നെ മുഹറം മാസത്തിൽ ചെയ്യുന്ന ഒരു തെറ്റിന് അല്ലാഹു തആല എന്ത്? മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗുരുതരമാണ്, അള്ളാഹു ശിക്ഷ കൂടുതലാക്കി തരുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നന്മകൾ ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഈ പരിശുദ്ധമായ മുഹറം മാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഹറം മാസത്തിന്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തെല്ലാം അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് മുഹറം മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട, പുതിയൊരു വർഷമാണല്ലോ, അധികരിപ്പിക്കേണ്ട ഒരു സുന്നത്താണെന്ത്? സലാം അധികരിപ്പിക്കുക. എല്ലാവരോടും സലാം പറയുക. അതായത് സലാം പറയാൻ പറ്റുന്ന, അന്യ പുരുഷന്മാരോട്, അന്യ സ്ത്രീകളോട് പറയണമെന്നല്ല. നമുക്കിപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ എത്രയോ ആളുകൾ കാണുന്നു, വീട്ടിൽ ഉമ്മമാർ തന്നെ എത്രയോ ആളുകൾ മൂത്തുമാനെ ഫോൺ വിളിക്കും, എളിയമാനെ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ അവരെ ഫോൺ വിളിക്കും, ഇവിടെ ഫോൺ വിളിക്കും. ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് സലാം പറഞ്ഞിട്ട് തുടങ്ങുക. അതൊക്കെ ഒരു പുതിയ ശീലം നമ്മൾ മുഹറം മാസത്തിൽ തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ദിക്റിൻ്റെ മജ്‌ലിസൊക്കെ പങ്കെടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഗ്രൂപ്പിൽ അൽഹംദുലില്ലാ മഗ്‌രിബിക്ക് ശേഷം ഒരു ദിക്റിൻ്റെ സ്വലാത്തിൻ്റെയൊക്കെ മജ്‌ലിസ് ഉണ്ട്. അതിലൊക്കെ പ്രത്യേകം പങ്കെടുക്കുക. അതിലൊക്കെ ദുആ, ഒരുപാട് ആളുകൾ ആമീൻ പറയുന്ന ഒരു മജ്‌ലിസാണ്. അപ്പോൾ അതിലൊക്കെ വലിയ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. ആ മജ്‌ലിസൊക്കെ പങ്കെടുക്കുക. പിന്നെ പറ്റുന്നതുപോലെ ജനങ്ങൾക്ക് സ്വതക കൊടുക്കുക. അതിൽപ്പെട്ടതാണ് ഭക്ഷണ പാനീയങ്ങൾ കൊടുക്കുക. പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക. പിന്നെയോ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക. യതീമായ കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കുക. ഇനി ഒന്നും യതീമായ മക്കൾക്ക് കൊടുക്കാനില്ലെങ്കിൽ വെറുതെ ഒന്ന് കൈയൊന്ന് തലോടിയാൽ പോലും നമുക്കെന്താണ്? പ്രതിഫലമാണ്. പിന്നെ ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ ഒന്ന് സന്ദർശിക്കൽ പ്രത്യേകം നല്ലതാണ്. മുഹറം 1 to 10 വരെ ഒരു സുന്നത്ത് രോഗിയെ സന്ദർശിക്കലാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ അയൽവാസികൾ ആരെങ്കിലുമൊക്കെ രോഗികളായി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിക്കലും വളരെയധികം പ്രത്യേകം നമ്മൾ ഈ ഒരു ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്. പിന്നെ നോമ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിന് ശേഷം എനിക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, ഞാൻ ഏത് മാസം തിരഞ്ഞെടുക്കും എന്ന് ഒരു സ്വഹാബി വന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് അത് മുഹറം മാസമാണ്. മുഹറം മാസത്തിലാണ് റമളാനിന് ശേഷം അല്ലെ അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, പരിശുദ്ധമായ മുഹറം മാസമാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ മാസം. അത് അല്ലാഹു തആല ആദം നബിയുടെ തൗബ സ്വീകരിച്ച മാസമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ജനങ്ങളുടെ തൗബ സ്വീകരിക്കും, വേഗത്തിൽ ദുആ സ്വീകരിക്കുന്ന, വേഗത്തിൽ അമലുകൾ സ്വീകരിക്കുന്ന ഒരു മാസമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിൽ പറയുന്നു, പരിശുദ്ധമായ റമളാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും പുണ്യമുള്ള മാസങ്ങൾ അത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. അതായത് റമളാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസങ്ങൾ അത് 4 മാസങ്ങൾ. ഏത്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബ്. ഈ 4 യുദ്ധം കൊണ്ട് ഹറാമാക്കപ്പെട്ട മാസങ്ങളിലാണ് റമളാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത്. ഈ 4 മാസങ്ങളിൽ തന്നെ മുഹറം മാസമാണ് 1-ാം സ്ഥാനമെന്ന് ഫത്ഹുൽ മുഈനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മുഹറം മാസത്തിലെ നോമ്പ് അതിപ്രധാനപ്പെട്ട ശക്തിമത്തായ സുന്നത്താണെന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകളിൽ ഈ മുഹറം മാസത്തിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. മുഹറം 1 മുതൽ 30 വരെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അതിൽ പ്രധാനപ്പെട്ടത് മുഹറം 1 മുതൽ 10 വരെ, അതിൽ പ്രധാനപ്പെട്ടത് മുഹറം 9, 10, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം 10. ഒന്നുകിൽ മുഹറം 1 മുതൽ 30 വരെ നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം 1 മുതൽ 10 വരെ, അല്ലെങ്കിൽ മുഹറം 9, 10, അതിലും ശ്രേഷ്ഠമായത് മുഹറം 10. മുഹറം 10ൻ്റെ നോമ്പ് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല. മുടക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിപ്രധാനപ്പെട്ട നോമ്പാണ്. അപ്പോൾ ആ കാര്യമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നോമ്പിൻ്റെ നിയ്യത്തിനാണെന്ന് ഓടിച്ച് പറയാം. ഇപ്പോൾ മുഹറം 1-ന് നമ്മൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ മുഹറം 1-ൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. മുഹറം 2-നാണെങ്കിൽ മുഹറം 2-ൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ്. അങ്ങനെ ഏത് നിയ്യത്ത് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ ഏത് നിയ്യത്ത് വെക്കുമ്പോഴും നമ്മൾ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പും കൂടി ഇതിനോട് ഞാൻ ഖളാ വീട്ടുന്നു എന്നും നമുക്ക് നിയ്യത്ത് വെക്കാം. പിന്നെ പിടിക്കുന്ന ദിവസം ഏതെങ്കിലും തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആണെങ്കിൽ തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ വ്യാഴാഴ്ചയുടെ സുന്നത്തായ, അങ്ങനെ ആ ഒരു ദിവസത്തെ നമ്മൾ കരുതിയാൽ 3 നോമ്പിൻ്റെ കൂലി നമുക്ക് കിട്ടും. അപ്പോൾ മറന്നു പോവേണ്ട, നിയ്യത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഹറം 1 മുതൽ 10 വരെ ഒരു ദുആ നമ്മൾ പ്രത്യേകം പറയൽ സുന്നത്താണ്. ഒരു ദുആ നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. മുഹറം 1 മുതൽ 10 വരെ എല്ലാ ദിവസവും 3 പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യൻ ഇനി ഞാൻ പറയാൻ പോകുന്ന ദുആ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവനിക്ക് ഈ വർഷം തന്നെ ശൈത്വാന്റെ ഷർറിനെ തൊട്ടുള്ള കാവലുണ്ടാകും. പിശാചി ബാധ അവന് കേൾക്കൂല, വസുവാസ രോഗം ഉണ്ടാവില്ല, ഒരുപാട് ഖൈറാത്തുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഏതാണ് ആ ഒരു ദുആ എന്ന് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس اللمارة بالسوء والاستغال بما يقربني ഇലൈക സുൽഫാ. അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇത്. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എല്ലാ ദിവസവും 3 പ്രാവശ്യം, എപ്പോൾ വേണമെങ്കിലും 3 പ്രാവശ്യം ഈ ഒരു ദുആ പറഞ്ഞാൽ ശൈത്വാന്റെ ഷർറിനെ തൊട്ട് നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിനോ ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ ഏതാണ് ആ ദുആ? കേട്ടോ, ഇതിന്റെ ഏകദേശം അർത്ഥം വരുന്നത് അല്ലാഹുമ്മ, അല്ലാഹുവേ, അന്തൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വ അലാ ഫദ്ലിക്കൽ അലീം വ ജൂദിക വ കറമിക്കൽ മുഅവ്വൽ. അല്ലാഹുവിനെ വാഴ്ത്തുന്നു, അല്ലാഹുവിനെ പുകഴ്ത്തുന്നു. അല്ലാഹുവിനെ ഇഷ്ടമുള്ള അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അല്ലാഹുവിനെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ പടച്ചവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അല്ലാഹുവിനെ ആദ്യം പുകഴ്ത്തുന്നു, എന്നിട്ട് പറയുന്നു, റബ്ബേ, ഇത് ഞങ്ങളുടെ ഒരു പുതിയ വർഷമാണ്, ഇതൊരു പുതിയ മുഹറം,
അടങ്ങുന്ന ഒരു പുതിയ വർഷം ഞങ്ങളിലേക്ക് വരുന്നു. ശൈത്വാന്റെ ശർറിനെ തൊട്ട് റബ്ബേ നീ ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലാ. മോശപ്പെട്ട ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ നിന്നും കളയണേ അല്ലാ. അതുപോലെ തന്നെ മോശപ്പെട്ട കാഴ്ചകൾ, മോശപ്പെട്ട കേൾവികൾ എല്ലാം നീ തടയണേ റഹ്മാനെ. മാത്രമല്ല ശപിക്കപ്പെട്ട പിശാചിൽ നിന്നുള്ള എല്ലാ വഴികളും ഞങ്ങളുടെ മേൽ നീ അടച്ചു കളയണേ അല്ലാ. ശൈത്താന്റെ ശർറിനെ തൊട്ട് കാവൽ നൽകണേ അല്ലാ എന്നർത്ഥം വരുന്ന ഈ ഒരു ദുആ. അപ്പോൾ ഇൻഷാ അല്ലാ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ 3 പ്രാവശ്യം വെച്ച് നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഒന്നുകൂടി നമുക്ക് ദുആ പറഞ്ഞാലോ? اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائي والعون على هذه النفس اللمارة بالسوء والاشتغال بما يقربني إليك زلفا. അല്ലോ ഉസ്താദ്, ഇത് ഭയങ്കര വലുതാണല്ലോ. വളരെ ചെറുതാണ്, ഇത് കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് വെറുതെ നോക്കി ഒന്ന് ഓതിയാൽ മതി. നോക്കി ഒരു 3 പ്രാവശ്യം ഓതിയാൽ ആദ്യത്തെ പ്രാവശ്യം ഇച്ചിരി തപ്പും തടലും ഉണ്ടാവുള്ളൂ. പിന്നെ 2 പ്രാവശ്യം നമുക്ക് സിമ്പിളായിട്ട് ഓതാം. മുഹറം 1 to 10 എല്ലാ ദിവസവും 3 പ്രാവശ്യം വെച്ച് ഒന്നുകൂടെ ഓതാം. അല്ലാഹുമ്മ അന്തൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫദ്ലിക്കൽ അലീമി വജൂദിക വകറമിക്കൽ മുഅവ്വൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി വഔലിയാഇ വൽ ഔന അലാ ഹാദിഹി النفس اللمارة بالسوء والاستغال بما يقربني إليك زلفا. അപ്പോൾ ഈ ദുആ മറന്നു പോവണ്ട. അപ്പോൾ ഈ ഒരു ദുആ മുഹറം 1 to 10 വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമലിൽ ഒന്ന് ഈ ദുആ നമ്മൾ എല്ലാ ദിവസവും 3 പ്രാവശ്യം ആവർത്തിക്കുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, ദുആ അധികരിപ്പിക്കണേ. ഏത്? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആ മറന്നു പോവണ്ട. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതൊക്കെ പരിശുദ്ധമായ മുഹറം മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ദുആകളാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ആ ഒരു ദുആ, അതൊരു ഇസ്തിഗ്ഫാറാണ്, അതൊരു ദുആയാണ്, അതൊരു ദിക്റാണ്. പിന്നെ അറിയാവുന്ന സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്, അതുപോലെ തന്നെ നമ്മൾ അദദു സ്വലാത്ത്, സ്വലാത്തുൽ ഫിർദൗസിയ, സ്വലാത്തുൽ ഫാത്തിമിയ, അതുപോലെ സ്വലാത്തു തിബ്ബ്, അരിയത്ത് സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്തുകളൊക്കെ വാരിക്കോരി അങ്ങോട്ട് പറഞ്ഞു. കാരണം ഒരു സ്വലാത്തിന് ഒരുപാട് സ്വലാത്തിന്റെ കൂലി കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന മാസമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുഹറം മാസത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ ശ്രേഷ്ഠതകളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാം, എങ്കിലും ഒന്ന് ഉണർത്തി തന്നതാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോവണ്ട. അപ്പോൾ ആ ദുആയൊക്കെ ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. അല്ലാഹു തആല എന്തൊക്കെ നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം ഒട്ടും കുറയാതെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുമിത്ര എല്ലാവർക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട ഒരു വർഷമാക്കി മാറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി പേരാണ് ഉസ്താദേ ദുആരക്കണേ, ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ദുആ വസിയത്ത് പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ വായിച്ചിട്ട് തീരുന്നില്ലാത്ത തരത്തിലാണ് ഒരുപാട് പേര് കമന്റ് എഴുതുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട്, പ്രയാസം, സങ്കടം, ദുഃഖം, രോഗങ്ങൾ. അല്ലാഹു പടച്ചവൻ ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാം നിനക്കറിയാം. ആരൊക്കെ എന്തൊക്കെയാണ് ദുആ വസിയത്ത് പറഞ്ഞതെന്ന് നിനക്കറിയാം. എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈർ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ ഒരു മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഖിറം നീ വെളിച്ചമാക്കി തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.